പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നത് നമ്മുടെ അടുക്കളകളിലാണ്. കാരണം ഇന്ന് നാം എല്ലാം പാചകം ചെയ്യുന്നത് പാചകവാതകം LPG ഉപയോഗിച്ചാണ്. ഈ പാചകവാതകം ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ഈ പെട്രോളിയം എന്നത് പ്രധാനമായും ഇപ്പോൾ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെയാണ് നാം ഇറക്കുമതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പെട്രോളിയം കൺസ്യൂമറാണ് ഇന്ത്യ. നമുക്കാവശ്യമുള്ള എണ്ണയുടെ 85% മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറക്കുമതിയെ ബാധിക്കും. അപ്പോൾ ആത്യന്തികമായി നമ്മുടെ അടുക്കളകളെയും സാധാരണ ജീവിതത്തെയും ബാധിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യങ്ങളാണിതൊക്കെ. ഇതിൻ്റെ ഒപ്പം ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു ചില ചോദ്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇത്ര വലിയ പെട്രോളിയം നിക്ഷേപം? വലിയ രാജ്യമായ ഇന്ത്യയിൽ എന്തുകൊണ്ടില്ല? എങ്ങനെയാണ് പെട്രോളിയത്തിൽ നിന്ന് പെട്രോളും ഡീസലും LPGയും ഒക്കെ ഉണ്ടാക്കുന്നത്? ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ ക്രൂഡ് ഓയിൽ നൽകുന്ന ഊർജത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതം ആശ്രയിച്ച് കിടക്കുന്നതും ഈ എണ്ണയിലാണ്. നമുക്കിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയെപ്പറ്റി സംസാരിച്ചാലോ? എന്നാൽ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എന്നും ഉണ്ടാകണം. ചില കണ്ടെത്തലുകൾ മാനവ ചരിത്രത്തെയും മനുഷ്യജീവിതത്തെയും വിപ്ലവകരമായി മാറ്റിമറിച്ചിട്ടുണ്ട്. തീയുടെ ഉപയോഗം അങ്ങനെയൊന്നാണ്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ ചക്രമാണ്. തീയും ചക്രവും ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്നും ഗുഹാവാസികളായി പച്ചയിറച്ചിയും പഴങ്ങളും മാത്രം കഴിച്ച് ജീവിച്ചേനെ. അതുപോലെ ഉരുക്കിൻ്റെ നിർമ്മാണവും ലോഹ സംസ്കരണവും മറ്റൊരു മഹത്തായ കണ്ടെത്തലാണ്. അങ്ങനെ മാനവ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലാണ് പെട്രോളിയവും പെട്രോളിയത്തിൻ്റെ ഉപയോഗവും. എന്താണ് ക്രൂഡ് ഓയിൽ? മനുഷ്യനടക്കം സർവ്വജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 അടിസ്ഥാന ഘടകങ്ങളാണ് ഹൈഡ്രജനും കാർബണും. ഇവ രണ്ടും വിവിധ കോമ്പിനേഷനുകളിൽ ചേരുന്ന ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ് ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ഈ ജീവജാലങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ വായുവും ഓക്സിജനുമായുള്ള സമ്പർക്കം നഷ്ടപ്പെടും. ഈ അവസ്ഥയിൽ ഭൂമിക്കടിയിലെ വളരെ വലിയ മർദ്ദത്തിലും ചൂടിലും കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ പരിണമിച്ച് അവസാനം ഹൈലി വിസ്കസായ ഒരു കട്ടിയുള്ള കറുത്ത ഓയിലായി മാറുന്നതാണ് പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ. ഒരിക്കൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നായതുകൊണ്ടാണ് ഇവയെ ഫോസിൽ ഫ്യൂവൽ എന്നും വിളിക്കുന്നത്. പലതരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഒരുപാട് കെമിക്കൽ ശൃംഖലകളാണ് ഇതിലുള്ളത്. ഓരോ ശൃംഖലയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊർജത്തിനും വ്യത്യാസമുണ്ട്. ആ ജീവികൾ അവയുടെ ജീവിതചക്രത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ശേഖരിച്ചു വെച്ച ഊർജമാണ് നാം ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറൊരു സംശയം സ്വാഭാവികമാണ്. ഭൂമിയിൽ എല്ലായിടത്തും ഇങ്ങനെ ജീവികൾ ഉണ്ടായിരുന്നില്ലേ? അവയൊക്കെ അതാത് പ്രദേശങ്ങളിൽ മണ്ണടിഞ്ഞിട്ടുണ്ടാകില്ലേ? എന്നിട്ടും പെട്രോളിയം നിക്ഷേപം പ്രധാനമായും ഉള്ളത് അറബി രാജ്യങ്ങൾ, റഷ്യ, വെനിസ്വേല തുടങ്ങിയ പ്രദേശങ്ങളിലാണല്ലോ. ഇന്ത്യ എത്ര വലിയ രാജ്യമാണ്. ഇവിടെ എന്താ പെട്രോളിയം അധികമില്ലാത്തത്? അതെന്താ അങ്ങനെ? നോക്കൂ കൂട്ടുകാരെ, ഭൂമിയിലെ വൻകരകൾ സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും അതിൻ്റെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലാണ്. പണ്ട് എന്ന് വെച്ചാൽ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമി മുഴുവൻ ഒറ്റ വൻകരയായിരുന്നു. അതിന് അടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഇവയൊക്കെ പല കഷ്ണങ്ങളായി പിളർന്ന് പല വൻകരകളായി മാറിയത്. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തെ ഒരു കഷ്ണം അടർന്ന് വടക്ക് കിഴക്കോട്ട് നീങ്ങി ഏഷ്യൻ വൻകരയിൽ വന്ന് ചേരുകയായിരുന്നു. ഇങ്ങനെ 2 ടെക്ടോണിക് പ്ലേറ്റുകൾ ചേരുന്നിടത്താണ് ഹിമാലയ പർവ്വത നിരകൾ രൂപം കൊണ്ടിരിക്കുന്നത്. അതായത് 2 പ്ലേറ്റുകൾ ഒരുമിച്ചിങ്ങനെ ചേരുമ്പോൾ അവ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകും. ആ കൂട്ടിമുട്ടുന്ന ഭാഗം ഇങ്ങനെ പർവ്വതമായിട്ട് ഉയരും. അങ്ങനെയാണ് ലോകത്ത് പർവ്വത നിരകൾ ഉണ്ടായിട്ടുള്ളത്. പെട്രോളിയം രൂപം കൊള്ളുന്നതും ഭൂമിക്കടിയിലെ കോടിക്കണക്കിന് കൊല്ലത്തെ പ്രോസസ്സിനൊടുവിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ നിരന്തരം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേറ്റിനടിയിൽ പെട്രോളിയം ഉണ്ടാകാനുള്ള സമയം ലഭിച്ചിട്ടില്ല.
മാത്രവുമല്ല, ഇന്ത്യയടങ്ങുന്ന ഭൂഭാഗത്ത് പ്രധാനമായും ഉള്ളത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ ഉണ്ടായ പാറകളാണ്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കോടിക്കണക്കിന് വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അഗ്നിപർവ്വതങ്ങളൊന്നുമില്ല, ആൻഡമാൻസിൽ ഒരെണ്ണം ഒറ്റേ ഉള്ളൂ. പക്ഷേ അന്നുണ്ടായിരുന്നു. ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായുണ്ടായ ലാവാപ്രവാഹങ്ങൾ ആണ് ഇവിടെ വലിയ വലിയ പാറക്കെട്ടുകളായിട്ടും ഭൂമിക്കടിയിലെ പാറകളായിട്ടുമൊക്കെ മാറിയത്. ഈ പാറകൾ വളരെ കട്ടിയുള്ളവയായതുകൊണ്ട് ഇതിൽ പെട്രോളിയം സംഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോളിയം നിക്ഷേപങ്ങൾ വളരെ വളരെ കുറഞ്ഞു പോയത്. എന്നാൽ ഇന്ത്യയിൽ ധാരാളം കൽക്കരി നിക്ഷേപങ്ങളുണ്ട്. കൽക്കരിയും ഒരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. കൽക്കരി പ്രധാനമായും ഉണ്ടാകുന്നത് മരങ്ങളും സസ്യങ്ങളും മറ്റുമൊക്കെ മണ്ണിനടിയിൽ രൂപാന്തരം പ്രാപിച്ചാണ്. എന്നാൽ പെട്രോളിയം അങ്ങനെയല്ല, അത് ജീവികൾ തന്നെയാണ്, പ്രധാനമായും കടൽ ജീവികൾ. അതുപോലെ പെട്രോളിയം നിക്ഷേപം ഉണ്ടാകാൻ വേറെ ചില സാഹചര്യങ്ങളുണ്ട്. കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആഴം കുറഞ്ഞ കടലുകളിൽ ജീവിച്ചിരുന്ന ഏകകോശ ജീവികളായ പ്ലാങ്ടണുകൾ ആണ് പ്രധാനമായും പെട്രോളിയമായി മാറുന്നത്. ഇപ്പോഴത്തെ ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളും റഷ്യയിലെ സൈബീരിയ, ആർട്ടിക് മേഖലകളുമെല്ലാം പ്ലാങ്ടണുകൾ ധാരാളമുള്ള ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളായിരുന്നു. അവിടെ മണ്ണടിഞ്ഞ ഈ ഏകകോശ ജീവികളാണ് പെട്രോളിയം ക്രൂഡ് ഓയിലായി മാറിയത്. മാത്രവുമല്ല, അവിടുത്തെ മണ്ണും കല്ലുമൊക്കെ വോൾക്കാനിക് അഥവാ അഗ്നിപർവ്വതങ്ങളിലെ ലാവ ഉറഞ്ഞുണ്ടായവയല്ല. ധാരാളം ചെറു സുഷിരങ്ങളുള്ള മൃദുവായ ചുണ്ണാമ്പ് കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സുഷിരങ്ങളിലും വിടവുകളിലുമൊക്കെ ക്രൂഡ് ഓയിൽ ട്രാപ്പ് ചെയ്ത് കിടക്കും. നമ്മളിപ്പോൾ ഈ സ്പോഞ്ചൊക്കെ വെള്ളം വലിച്ചെടുക്കില്ലേ, അതുപോലെ. ഇന്ത്യയുടെയും ചൈനയുടെയും ജപ്പാൻ്റെയും ഒക്കെ തീരങ്ങളിൽ ആഴം കുറഞ്ഞ കടലുകളല്ല. അവിടങ്ങളിൽ പ്ലാങ്ടണുകളുടെ സാന്നിധ്യം വളരെ കുറവുമായിരുന്നു. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ പെട്രോളിയം ഉള്ളതും ഇന്ത്യയിൽ തീരെ കുറവുള്ളതും. 19-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവത്തിന് പിന്നാലെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകൾ, അതായത് ഈ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ വ്യാപകമായതോടെയാണ് പെട്രോളിയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കൽക്കരി കത്തിച്ച് വെള്ളം തിളപ്പിച്ച് വളരെ ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വലിയ ആവി എഞ്ചിനുകളും ആവിക്കപ്പലുകളും ഒക്കെ പെട്രോളിയത്തിൻ്റെ വരവോടെ ഡീസലിലേക്ക് വഴിമാറിയപ്പോൾ മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ റവല്യൂഷനാണ് സംഭവിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച 2 ലോകമഹായുദ്ധങ്ങൾ ഈ സാങ്കേതിക വിപ്ലവത്തിൻ്റെ വേഗം കൂട്ടുകയും അറേബ്യൻ മരുഭൂമിയിലും കടലിലും എണ്ണ കണ്ടെത്തി കുഴിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ അതുവരെ ഒട്ടകത്തെ വളർത്തിയും മീൻ പിടിച്ചും കഴിഞ്ഞിരുന്ന അറബി രാജ്യങ്ങൾ സമ്പന്നതയുടെ പര്യായങ്ങളായി. എണ്ണ ലോകം ഭരിക്കാൻ തുടങ്ങിയതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ ക്രൂഡ് ഓയിൽ എന്ന കറുത്തു കൊഴുത്ത ദ്രാവകത്തെ അടിസ്ഥാനമാക്കി മാറി. കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അത് വലിയ പ്രോസസ്സുകൾക്ക് വിധേയമാക്കി അതിലെ വിവിധ ഹൈഡ്രോ കാർബണുകൾ വേർതിരിച്ചെടുക്കണം. ഇത് സാധ്യമാകുന്നത് ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെയാണ്. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് നമുക്കറിയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാറ്റുക. നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയമുള്ള കാര്യവുമാണ്. എന്ന് വെച്ച് എല്ലാവരും ചാരായം വാറ്റുന്നതൊന്നും അല്ല കേട്ടോ. വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ ആവി എവിടെയെങ്കിലും തട്ടിയാൽ അത് വീണ്ടും വെള്ളമാകും. അത് കണ്ടൻസ്ഡ് ആവുകയാണ്. തണുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇനി ഉപ്പുവെള്ളമാണ് തിളപ്പിക്കുന്നത് എന്നിരിക്കട്ടെ, അങ്ങനെ വരുന്ന വേപ്പർ തണുപ്പിച്ചാൽ ശുദ്ധജലം കിട്ടും. എന്തുകൊണ്ടെന്നാൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം മാത്രമേ തിളച്ച് വേപ്പറാവുകയുള്ളൂ. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലവും ഉപ്പും വേർതിരിക്കാം. ഇതൊരരിക്കൽ പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ക്രൂഡ് ഓയിൽ ചൂടാക്കിയാൽ അതിലെ ഘടകങ്ങളും വേർതിരിയുമല്ലോ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ ആ ചൂടിൽ വേപ്പറാകുന്ന ഘടകം മാത്രം തിരിഞ്ഞു വരും. അതിനെ തണുപ്പിച്ചാൽ അതുമാത്രം കിട്ടും. വേറെ ടെമ്പറേച്ചറിലാണെങ്കിൽ വേറൊരു ഘടകം. അങ്ങനെ ഒരു വലിയ ഡിസ്റ്റിലേഷൻ ടവറിലെ പല ടെമ്പറേച്ചർ കണ്ടീഷനുകളിലൂടെ ക്രൂഡ് ഓയിൽ വേപ്പർ കടത്തി വിടുമ്പോഴാണ് അതിൽ നിന്നും പെട്രോളും ഡീസലും മണ്ണെണ്ണയും LPGയും ഒക്കെ വേറെ വേറെ വിഘടിച്ച് അതിൻ്റേതായ വേപ്പറാകുന്നതും അവയെ കണ്ടൻസ് ചെയ്ത് തണുപ്പിച്ച് വേറെ വേറെ ഇന്ധനങ്ങളാക്കി മാറ്റുന്നതും. ഇങ്ങനെ ക്രൂഡ് ഓയിൽ തിളപ്പിച്ച് ഡിസ്റ്റിലേഷൻ ടവറിലേക്ക് കയറ്റി വിടുമ്പോൾ കൂടിയ വളരെ വലിയ മോളിക്യൂളുള്ള ഹൈഡ്രോ കാർബൺ ടവറിലെ ഏറ്റവും ചൂട് കൂടിയ ഭാഗത്ത് ശേഖരിക്കപ്പെടും. ഇത് നമ്മൾ മനസ്സിലാകുന്ന ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ പല വലിപ്പത്തിലുള്ള മണൽത്തരികളുള്ള മണൽ എങ്ങനെ വേർതിരിക്കും? കല്ലും മണ്ണും എല്ലാം കൂടെ ചേർന്നത്. ആദ്യം
തീരെ ചെറിയ കണ്ണുകളുള്ള ഒരരിപ്പയിലിട്ടരിച്ചാൽ ആ വലിപ്പത്തിലുള്ളവ മാത്രം വേർതിരിഞ്ഞ് കിട്ടും. പിന്നെ അടുത്ത വലിപ്പത്തിലുള്ള കണ്ണുകളുള്ള അരിപ്പകൾ, പിന്നെ അടുത്ത വലിപ്പത്തിലുള്ളവ, അങ്ങനെ വിവിധ വലിപ്പത്തിലുള്ള കണ്ണികൾ ഉപയോഗിച്ച് മണൽ അരിക്കുന്നത് പോലെ വിവിധ താപനിലകളിലുള്ള അവസ്ഥകളിലൂടെ ക്രൂഡ് ഓയിൽ വേപ്പറിനെ കടത്തിവിടുന്നു. ഇവിടെ 25 ഡിഗ്രി മുതൽ 350 ഡിഗ്രിക്ക് മുകളിൽ വരെ മുകളിൽ നിന്ന് താഴേക്കാണ് ഡിസ്റ്റിലേഷൻ ടവറിൽ ടെമ്പറേച്ചർ കണ്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പെട്രോളിയം വേപ്പർ ആദ്യം കടത്തിവിടുന്നത് ഏറ്റവും ചൂട് കൂടിയ എന്ന് വെച്ചാൽ 350 ഡിഗ്രിക്ക് മുകളിൽ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് റോഡ് നിർമ്മാണത്തിനുള്ള ബിറ്റുമിൻ, ടാറൊക്കെ വേർതിരിക്കുന്നത്. അതിനു മുകളിൽ 250-300 ഡിഗ്രി ഭാഗത്താണ് കപ്പലുകളുടെ ഇന്ധനമായ ഹെവി ഫ്യൂവൽ ഡിസ്റ്റിൽ ചെയ്യുന്നത്. കപ്പലിൽ സാധാരണ ഡീസൽ അല്ല, ഹെവി ഫ്യൂവൽസാണ്. അതിനു മുകളിൽ 180 ഡിഗ്രി ഭാഗത്ത് മണ്ണെണ്ണ, ഈ വിമാന ഇന്ധനം, ഏവിയേഷൻ ഫ്യൂവൽ ഒക്കെ ലഭിക്കുന്നു. 220-250 ഡിഗ്രി ഭാഗത്ത് ഡീസൽ, 180-220 ഡിഗ്രി ഭാഗത്ത് പാരഫിൻ മെഴുക് ഒക്കെ ലഭിക്കും. 60-100 ഡിഗ്രിയുള്ള ഭാഗത്ത് നാഫ്ത ലഭിക്കും. അതിനു മുകളിൽ 25-40 ഡിഗ്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പെട്രോൾ. അതിനു മുകളിൽ 25 ഡിഗ്രിയിൽ നമ്മുടെ അടുക്കളയുടെ ജീവവായു LPG. ഈ ഗ്യാസിനെ പ്രഷറൈസ് ചെയ്ത് ലിക്വിഡാക്കിയാണ് സിലിണ്ടറുകളിൽ നിറച്ച് നമുക്കെത്തിക്കുന്നത്. അതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ ടവറിൽ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയും ജ്വലനശേഷി കൂടുതലുള്ള ഇന്ധനങ്ങളുടെ കണ്ടൻസേഷൻ കൂടുകയും ചെയ്യും. ഏറ്റവും ജ്വലനശേഷിയുള്ളത് LPGക്കാണ്. ഇങ്ങനെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേർതിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളുടെ അളവ് പെട്രോളിയത്തിൽ താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയുടെ വില കൂടുതലുമായിരിക്കും. അതായത് താഴേന്ന് മുകളിലേക്ക് പോകുന്തോറും തിരിഞ്ഞ് കിട്ടുന്ന ഇന്ധനങ്ങളുടെ വില കൂടുതലായിരിക്കും. ഏറ്റവും താഴെ കിട്ടുന്ന ടാറും ഒക്കെയാണ്, ഏറ്റവും മുകളിൽ കിട്ടുന്നത് LPGയുമാണ്. ഇത് പറയാൻ എന്തെളുപ്പമല്ലേ? അത്യന്തം ജ്വലനശേഷിയുള്ള ഈ ഹൈഡ്രോ കാർബണുകളെ കൈകാര്യം ചെയ്യുക എന്നത് എത്ര അപകടം പിടിച്ച കാര്യമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ റിഫൈനറിയിലും ലക്ഷക്കണക്കിന് ക്രൂഡ് ഓയിലാണ് ഇങ്ങനെ വിവിധ ഇന്ധനങ്ങളാക്കി മാറ്റുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ വരെ ഉണ്ടാക്കുന്നത്. നമ്മൾ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കാറില്ലേ? എന്തുകൊണ്ടാണത്? തെങ്ങിൻ്റെ ഒരു ഭാഗവും ഉപയോഗശൂന്യമല്ല. തേങ്ങ, തേങ്ങാവെള്ളം, കള്ള്, മടൽ, കൊതുമ്പ്, ചിരട്ട, തടി, അതുപോലെ ആധുനിക ലോകത്തിൻ്റെ കൽപ്പവൃക്ഷമാണ് പെട്രോളിയം. അതുകൊണ്ടാണ് കറുത്ത കൊഴുത്ത ഈ ദ്രാവകത്തിനെ കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്കുള്ളത് പെട്രോളിയത്തിന് പകരം കൽക്കരിയുടെ നിക്ഷേപങ്ങളാണ്. കൽക്കരിയും ഹൈഡ്രോ കാർബണുകൾ ഉള്ള ഒരു ഫോസിൽ ഇന്ധനം തന്നെയാണ്. പക്ഷേ അതിൽ പെട്രോളിയത്തിലേതുപോലെ എനർജി ഡെൻസിറ്റി ഇല്ല. എങ്കിലും കൽക്കരിയിൽ നിന്നും പെട്രോളും ഡീസലും വേർതിരിച്ചെടുക്കാൻ കഴിയും. ഇതിന് ഫിഷർ ട്രാഫ് സിസ്റ്റം എന്നാണ് പറയുക. വലിയ പ്രഷറും ചൂടും കൊടുത്ത് കൽക്കരിയെ വാതകമാക്കി ഒരു സിന്തറ്റിക് ഗ്യാസ് ആക്കി അതിൽ ഹൈഡ്രജൻ കലർത്തി അവസാനം പെട്രോളും ഡീസലുമാക്കി മാറ്റുന്ന വലിയ ഒരു ഹെവി ടെക്നോളജിയാണിത്. ഇന്ത്യ, ചൈന തുടങ്ങിയ ധാരാളം കൽക്കരി നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഊർജ്ജ സുരക്ഷയ്ക്കായി വളരെ ഗൗരവമായി ഈ മാർഗത്തിൽ മുന്നേറുന്നുണ്ട്. ഇതിലൂടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പെട്രോളിയത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. മാത്രവുമല്ല, ഈ പ്രോസസ്സിൽ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കാലക്രമേണ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നു. ഇന്ത്യക്ക് ഇത് ചെയ്തേ പറ്റൂ. മിഡിൽ ഈസ്റ്റിൽ വെടിപൊട്ടുമ്പോൾ എത്ര നാൾ ഇവിടെ നെഞ്ചും തിരുമ്മി ഇരിക്കാൻ കഴിയും? എത്ര നാൾ ഇങ്ങനെ അന്യരാജ്യങ്ങളെ മാത്രം ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും? വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.